ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റി പിസ്സയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ചെമ്മീൻ ഉപയോഗിച്ചാണ് ഞാൻ ഈ പിസ്സ ചെയ്യുന്നത്. സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പിസ്സയ്ക്ക് വേണ്ടി ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് പിസ്സയുടെ ബേസ് തയ്യാറാക്കാം. അതിനായി ഒരു ചെറിയ ബൗളിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ മിക്സ് പൊങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് ഒരു 15 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ഈസ്റ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. മാവ് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായി കുഴക്കുക. കയ്യിൽ ഒട്ടുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ക്ലിംഗ് ഫിലിം വെച്ചോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ടോ മൂടി വെക്കാം. ഇത് 2 മണിക്കൂർ ഇതേപോലെ അടച്ചു വെക്കണം. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഓരോന്നായി ഇട്ട് പൊരിച്ചെടുക്കാം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ചെമ്മീൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഓവറായി വേവിക്കാൻ പാടില്ല. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായി. ഇനി കവർ ഒന്ന് മാറ്റാം. മാവ് ഇപ്പോൾ ഇരട്ടിയായി പൊങ്ങി വന്നിട്ടുണ്ട്. പിസ്സ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്യാൻ എടുത്തു വെച്ച പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുഴച്ചു വെച്ച മാവെടുത്ത് ഒരേപോലെ കനത്തിൽ പരത്തി കൊടുക്കുക. സൈഡിൽ ഡിസൈൻ ഉള്ളൊരു പാനാണ് ഞാൻ ഇവിടെ എടുത്തത്.
റൗണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഒരു വെറൈറ്റി ഷേപ്പ് കിട്ടാൻ കൂടിയാണ് ഈ പാൻ എടുത്തിട്ടുള്ളത്. ഇനി ബേസിന്റെ മുകളിലായി ഒരു ഫോർക്ക് കൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ പ്രസ് ചെയ്തു കൊടുക്കുക. ഇത് പിസ്സ സോസ് ആണ്. ഇത് ബേസിന്റെ മുകളിലായി നന്നായി സ്പ്രെഡ് ചെയ്തു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഓരോ ലെയറായി ടോപ്പിംഗ് വെച്ച് തുടങ്ങാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീളത്തിലരിഞ്ഞ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ഒലിവുമാണ്. ഇത് ഷ്രെഡ് ചെയ്ത മൊസറല്ല ചീസാണ്. ഇത് ഏകദേശം 1/2 കപ്പ് വരും. ആദ്യം തന്നെ ചീസിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇവ ഇതിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വീണ്ടും ചീസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായി അരിഞ്ഞു വെച്ച ഒലീവ് ഓരോന്നായി നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇവ ഒരു ലെയറായി സെറ്റ് ചെയ്യാം. ഇനി അവസാനത്തെ ലെയറായി നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീൻ ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ചെമ്മീൻ കാണത്തക്ക രീതിയിൽ തന്നെ ഇതിൻ്റെ ഇടയിലൂടെ കുറച്ച് ചീസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പിസ്സ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റാം. ടേസ്റ്റിയും വെറൈറ്റിയുമായി ഈ പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.